ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സിമ്പിളായിട്ടുള്ള സോയാ കറി റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല നമുക്കൊരു വേറൊരു ബൗളിൽ മിക്സ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ മസാലയിൽ മെയിനായിട്ട് ആഡ് ചെയ്യുന്നത് ബീഫ് മസാലയാണ്. ബീഫ് മസാല ഇഷ്ടമില്ലാത്തവർക്ക് ചിക്കൻ മസാല ആയാലും ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മുടെ എണ്ണയിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഒരു കുഞ്ഞു സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് വരട്ടുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കുക. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് വേവിച്ച സോയ കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഓൾറെഡി ഇത് നമ്മൾ നന്നായിട്ട് വെന്തതാണ്, പക്ഷേ എന്നാലും ആ ഗ്രേവി സോയയിലും കൂടെ പിടിക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. സോയ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഒരു തവണ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും, വളരെയധികം ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെയധികം നല്ലൊരു കറിയാണിത്. അപ്പോൾ എന്തായാലും ഇനി സോയ മേടിക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.